എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹം നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 1 മുതൽ 3 വരെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ വർഷത്തിൻ്റെ പടിവാതിൽക്കലാണ് നാം നിൽക്കുന്നത്. വാക്ക് വെളിച്ചമാണ്. നൂറ്റാണ്ടുകളായി സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയിലും സംസ്കാരത്തിൽ വെളിച്ചം നിറയ്ക്കുന്ന യജ്ഞത്തിലും വാക്കുകൾ അനിഷേധ്യമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. മഹാത്മാക്കളുടെ വാക്കുകളിൽ നിന്നും പെയ്യുന്ന വെളിച്ചമഴ കുടിച്ചാണ് ലോകം വളർന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വാക്കിൻ്റെ ശക്തി അപാരമാണെന്നുള്ളതാണ്. പ്രശസ്ത കവി ONV വാക്കുകളിൽ, ഒരു പൊരുളിൽ നിന്നും അപരമാം പൊരുൾ ഉദിച്ചു കതിർച്ചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടുന്നതാണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം. ദൈവത്തിൻ്റെ വാക്കിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന കൽപ്പനയുണ്ടായതും തുടർന്ന് വെളിച്ചമുണ്ടായതും. അപ്പോൾ പ്രപഞ്ചത്തിൽ വെളിച്ചമുണ്ടാകുന്നതിന് മുൻപുണ്ടായത് വെളിച്ചത്തെ സൃഷ്ടിക്കുന്ന വെളിച്ചമായവൻ്റെ വാക്കാണ്. പാഴായും ശൂന്യമായി ഇരുന്ന ഭൂമിയും ഇരുൾ മൂടിക്കിടന്നിരുന്ന ആഴങ്ങളും പഴങ്കഥയായി മാറിയത് ദൈവത്തിൻ്റെ വാക്ക് കൽപ്പനയായി പിറന്നതിലൂടെയാണ്. വാക്കിൻ്റെ അർത്ഥം ആധികാരികത. സകല സൃഷ്ടിയുടെയും പിൻപിൽ ദൈവത്തിൻ്റെ വാക്കായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ വാക്കുകളാൽ സൃഷ്ടിക്കപ്പെട്ടു. പാഴായിരുന്നതിനെ ദൈവം തൻ്റെ വെളിച്ചം കൊണ്ടും വാക്കുകൊണ്ടും ക്രമീകൃതമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള സമീപനത്തിൽ വീണ്ടും മാനുഷികമായ ഇരുളുകൾ ദൈവ സൃഷ്ടിക്കുമേൽ പതിയുന്നതാണ് ആദാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയിലൂടെ നമ്മൾ കാണുന്നത്. ഇരുട്ട് നിറയുകയാണ്. അതായത് പാപം ഹൃദയത്തിൽ കടന്നുകയറ്റം നടത്തിയപ്പോൾ, ഹൃദയത്തിൽ ഇരുട്ട് പരന്നപ്പോൾ വാക്കുകളിലും ഇരുട്ട് നിറഞ്ഞു. ആദ്യ മാതാപിതാക്കളുടെ സംഭാഷണത്തിൽ ഇരുട്ട് നിറഞ്ഞു. ഹവ്വായെക്കുറിച്ച് പ്രഥമ ദർശനത്തിൽ ആദാം പറഞ്ഞ വാക്കുകൾ കവിത തുളുമ്പുന്നതായിരുന്നു. അതായത്, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയും അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ആ വാക്കുകളിൽ സ്നേഹത്തിൻ്റെ വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, നീ നഗ്ന എന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ആദാമിനോട് ചോദിക്കുമ്പോൾ, ആദാം പറയുന്ന മറുപടിയിൽ സ്നേഹത്തിൻ്റെ വിളക്കുകൾ കെട്ടുപോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. നീ തന്ന സ്ത്രീയാണ് കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്ന ധ്വനി ആ വാക്കുകളിലുണ്ട്. കുറ്റപ്പെടുത്തലുകൾ സ്നേഹത്തിൻ്റെ എണ്ണ ചോർത്തിക്കളയുകയും ബന്ധങ്ങൾ കരിന്തിരി കത്തുകയും പിന്നെ അണയുകയും ചെയ്യും. ദൈവം നമുക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി, അതിൻ്റെ പ്രതീകമായി ഭൂമിയിൽ സുന്ദരമായ ജീവിതം നൽകുന്നു.
എന്നാൽ ദൈവിക കൽപ്പനകളെ മറുത്തു പോകുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യരോടുള്ള ബന്ധവും ദൈവം ഉദ്ദേശിച്ചതിൽ നിന്നും വളരെയധികം വികൃതമായി പോകുന്നുവെന്ന് ആദി മാതാപിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് ഭാഷയുടെ കലക്കം കാണുന്നു, ബാബേലിൻ്റെ കുലുക്കം കാണുന്നു. ഭാഷയുടെ കലക്കം ബാബേൽ ഗോപുരത്തെ പോലും നിലംപരിശാക്കിക്കളഞ്ഞു. ബാബേൽ ഗോപുര നിർമ്മിതിയിൽ പല ശരികളും ഉണ്ടായിരുന്നു. അവർക്കൊരുമിച്ച് കാണാൻ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം എന്ന സ്വപ്നത്തിലാണ് അവർ ഒത്തുകൂടിയത്. അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരുമയുമുണ്ടായിരുന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിനായി അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. എന്നാൽ ഈ ശരികളെല്ലാം വലിയൊരു തെറ്റിൽ ഒലിച്ചുപോയി. തങ്ങളുടെ പ്രോജക്റ്റിൽ അവർ ദൈവത്തിന് സ്ഥാനം നൽകിയില്ല. ദൈവഹിതം അവർ അന്വേഷിച്ചില്ല. പേരുണ്ടാക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. ഗോപുര നിർമ്മിതി അഹങ്കാര നിർമ്മിതിയായി മാറിയപ്പോൾ ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞു. വാക്കുകളിലും ഇരുട്ട് നിറഞ്ഞു. വാക്കുകളിൽ ഇരുട്ട് കയറുമ്പോൾ സംഭവിക്കാവുന്ന ദുരന്തത്തിൻ്റെ ചരിത്ര ദൃഷ്ടാന്തമായി ബാബേൽ നിലംപൊത്തി. ബാബേൽ സംഭവത്തെ ഇതിവൃത്തമാക്കി പ്രശസ്ത നോവലിസ്റ്റ് കാക്കനാടൻ ഒരു കഥ എഴുതി, ബാബേൽ. ആ കഥയിൽ ഒരാൾ ഒരു ഗുരുവായി രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ജനങ്ങളെ ആവേശഭരിതനാക്കുന്നുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ പടകധ്വനികളായിരുന്നു. ദൈവനിഷേധത്തിൻ്റെ നരകവാക്യങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ മേൽ മനുഷ്യൻ നേടിയ വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ സൗധത്തെ അയാൾ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ആഘോഷത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ആഹ്വാനം. എന്നാൽ ഗുരുവും അനുയായികളും മദ്യലഹരിയിൽ ആടിത്തിമിർക്കുമ്പോൾ ന്യായവിധിയുടെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഭയങ്കര കാറ്റും മിന്നൽ പിണരുകളും സൗധത്തെ പിടിച്ചു കുലുക്കുമ്പോൾ പോലും ഒരിക്കലും ഒന്നിനാലും ഈ സൗധം തകരുകയില്ല എന്ന അഹങ്കാരത്തിൻ്റെ ഊറ്റം കൊള്ളലിലായിരുന്നു ഗുരുവും അനുയായികളും. ഗുരുവിൻ്റെ വാക്കുകളെയും അട്ടഹാസങ്ങളിലെയും ഇരുട്ട് അനുയായികളിലേക്കും വ്യാപരിച്ചപ്പോൾ അവരുടെ വാക്കുകളിൽ ഇരുട്ട് അധികാരം പിടിച്ചെടുത്തു. സാധാരണയായി ഇരുട്ട് പരക്കുമ്പോൾ ഒന്നിനെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരുന്നത് പോലെ വാക്കുകളിലെ ഇരുട്ട് വാക്കിൻ്റെ അർത്ഥത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ബാബേൽ തകർന്ന് പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഓരോ വർഷവും ആരംഭിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു, ചില പ്രതിജ്ഞകളുണ്ട്. എന്നാൽ ഈ നല്ല തീരുമാനങ്ങളെയെല്ലാം ഇരുട്ട് മൂടിക്കളയുന്ന തരത്തിൽ ജീവിതത്തിൽ ദൈവനിഷേധം കടന്നു വരുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നൽകിയ പ്രകാശവും ദൈവത്തിൻ്റെ മധുരമായ വാക്കുകളും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പുഷ്പിക്കുന്നതിന് ഇടയാകട്ടെ. പ്രതീക്ഷ കൈവിടാതെ നല്ല തീരുമാനത്തോടെ വർഷത്തിൻ്റെ ആരംഭം മുതൽ ജീവിപ്പാനുള്ള കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആദിമാതാപിതാക്കൾ അനുസരണക്കേടിനാൽ ദൈവം ആക്കിയ ഇടത്തിൽ നിന്ന് അകന്നു പോയതുപോലെയും സഹോദരങ്ങൾ ബന്ധത്തിൽ നിന്ന് കൊലപാതകത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഇരുട്ടിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. സ്വപ്നങ്ങളുടെ സൗധം തകർന്നു പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യരോടുണ്ടായിരുന്ന സ്വപ്നം പൊലിഞ്ഞു പോകാൻ തുടങ്ങുന്നു. നമുക്ക് പുതുക്കി പണിയാം. ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ പങ്കാളികളാകാം. പുതിയ വർഷം അനുഗ്രഹകരമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ഒരു വർഷം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ വർഷം ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് കാത്ത ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന് കാത്തു പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. അനുഭവത്തിൻ്റെ ഓർമ്മകളിൽ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. കൈവിടാത്തവനായി തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ പൂക്കാലം എല്ലാവർക്കും നൽകണമെന്ന് യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക സമാധാനവും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.